ഫ്രണ്ട് കേസിൽ ഒരാൾ കൂടി അറസ്റ്റിൽ. NIA പിടിയിലായത് ജാഫർ ഭീമന്റെ വിട. ജാഫർ കേസിലെ 59ാം പ്രതി. ഷാൻ കൊലക്കേസ് ഇന്ന് കോടതിയിൽ പരിഗണിക്കുന്നത്. പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്ന ഹർജി. കുറ്റപത്രം മടക്കണമെന്നാവശ്യപ്പെട്ട പ്രതികൾ. വിശദമായ വാർത്തയിലേക്ക് കടക്കുകയാണ്. ഇന്നും ശ്രദ്ധാകേന്ദ്രം വയനാട് തന്നെയാണ്. വയനാട്ടിൽ ഇറങ്ങിയ കാട്ടാന ഇതുവരെ പിടികൂടാൻ ദൌത്യസംഘത്തിന് സാധിച്ചിട്ടില്ല. പക്ഷേ എന്നാൽ ഇന്നും പയ്യമ്പള്ളിയിൽ ഇന്നും മധ്യവയസ്കനെ കുത്തിക്കൊന്ന ബേലൂർ മഗ്നയെ പിടികൂടാനുള്ള ദൌത്യം ആരംഭിച്ചിട്ടുണ്ട് എന്നുള്ള വാർത്തയാണ് രാവിലെ തന്നെ പുറത്തുവരുന്നത്. ദൌത്യസംഘം കാടിനുള്ളിലേക്ക് പുലർച്ചെ തന്നെ പ്രവേശിച്ചിട്ടുമുണ്ട്. ആനയെ മയക്കുവെടി വെച്ച് പിടികൂടി പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത്. കഴിഞ്ഞ 3 ദിവസമായി ആനയെ പിടികൂടാനുള്ള ശ്രമങ്ങൾ നടത്തിയെങ്കിലും വിജയിച്ചിരുന്നില്ല. MS അനീഷ് കുമാർ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരും. അനീഷ, കഴിഞ്ഞ 3 ദിവസമായി ഈ ആനയെ പിടികൂടാനുള്ള ഊർജ്ജ ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ പോലും അത് വിജയം കാണുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇന്നും പുലർച്ചെ തന്നെ ദൌത്യസംഘം കാട് കയറിയിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണ് ദൌത്യസംഘം പറയുന്നത്? ആനയെ പിടികൂടാനുള്ള സാധ്യത അത് എത്രമാത്രമുണ്ട്? എന്താണ് ഏറ്റവും പുതിയ വിശദാംശങ്ങൾ? ഭവ്യ, തുടർച്ചയായ 4ാം ദിവസമാണ് 200ഓളം വരുന്ന ഉദ്യോഗസ്ഥർ കാട്ടിനുള്ളിലേക്ക് തെരച്ചിലിനായി അല്ലെങ്കിൽ ദൌത്യത്തിനായി പോയിരിക്കുന്നത്. 4 പുങ്കാനകളും ഉൾപ്പെടെയുള്ള വലിയ സന്നാഹമാണ് ഇപ്പോൾ കാട്ടിൽ ഉള്ളത്. ഇന്ന് പുലർച്ചെ തന്നെ നടപടിക്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. കാരണം അത്ര കൂടി സമയം ഇന്ന് ലഭിക്കാൻ വേണ്ടിയാണ് ഇത്ര നേരത്തെ നടപടിക്രമങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ഇന്നലെ ഏതാണ്ട് കാട്ടിൽ ചെമ്പകപ്പാറ ഭാഗത്ത് ആനയുടെ സാന്നിധ്യം കണ്ടിരുന്നു. ആ മേഖലയിൽ തന്നെയാണ് ആന ഇപ്പോഴും ഉള്ളത് എന്ന ഒരു വിലയിരുത്തൽ. അങ്ങനെ തന്നെയാണ് ട്രാക്കിംഗ് ലഭിച്ചിരിക്കുന്നത്. ഏതാണ്ട് 5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നും ആന ദൂരത്തേക്കൊന്നും പോകുന്നില്ല എന്നത് ഒരു അനുകൂല ഘടകമായി വിലയിരുത്തുന്നു. കാരണം ഉൾക്കാട്ടിലേക്ക് വലിഞ്ഞാൽ പിന്നീട് വെടിവെച്ച് പിടികൂടുക എന്ന ദൗത്യം ദുഷ്കരമായി മാറാനുള്ള ഒരു സാഹചര്യമുണ്ട്. പക്ഷെ ഈ 5 കിലോമീറ്റർ ചുറ്റളവിൽ നിന്നും ആന പോകുന്നില്ല. കാരണം ആനയ്ക്ക് ഒരു പുതിയ സാഹചര്യമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടുത്തെ വഴികൾ അല്ലെങ്കിൽ കാട്ടിനകത്തുള്ള താരകൾ അത്ര വ്യക്തമായി ആനയ്ക്ക് അറിയാത്തതുകൊണ്ട് ആണ് ദിശ തെറ്റി ആന ഈ രീതിയിൽ തന്നെ കറങ്ങുന്നത് എന്നാണ് ഇന്നലെ വനവകുപ്പ് അധികൃതർ പറയുന്നത്. പക്ഷേ ഈ പുങ്കാനകളുടെ സാന്നിധ്യവും വെടിവെപ്പിനുള്ള സന്നാഹവും കാട്ടിൽ കൃത്യമായി തിരിച്ചറിയുന്ന ആന അതിവേഗം ഒരിടത്തു നിന്നും മറ്റൊരിടത്തേക്ക് സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അതുതന്നെയാണ് ഈ ഷൂട്ടിങ്ങിന് തിരിച്ചടിയായി മാറുന്നത്. ഒപ്പം വലിയ പാറക്കെട്ടുകളും വൻ മരങ്ങളും ഒക്കെയുള്ള കൊന്തക്കാടുകളും ഒക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അടിക്കാടുകളൊക്കെ ഉള്ള സ്ഥലത്താണ് പലപ്പോഴും നിൽക്കുന്നത്. അതുകൊണ്ട് ഈ ആനയെ പെട്ടെന്ന് കണ്ട് തിരിച്ചറിയുന്നതിനോ അല്ലെങ്കിൽ ഈ കാടിനുള്ളിൽ ഒളിക്കുമ്പോൾ അതിനെ വെടിവെക്കുന്നതിനോ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. ഇന്നലെയും 2 വട്ടം വെടി ഉതിർത്തിരുന്നു. പക്ഷേ സമർത്ഥമായി ആന അതിൽ നിന്നും രക്ഷപ്പെട്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വനംവകുപ്പ് ഇതുവരെ നടത്തിയ ഈ ആന വേട്ടകളിൽ അല്ലെങ്കിൽ ആനയെ മയക്കുവെടി വെച്ച് പിടികൂടാനുള്ള ഈ നടപടിക്രമങ്ങളിൽ ഏറ്റവും സങ്കീർണമായത് ഇത് ആണ് എന്ന് അധികൃതർ തന്നെ സമ്മതിക്കുന്നു. കാരണം 8ഓളം RRT ടീമുകളാണ് കാട്ടിനുള്ളിൽ പലയിടത്തായി തമ്പടിച്ച് ഈ ആനയെ പിടിക്കാനായി പോകുന്നത്. ആദ്യം ഒരു ട്രാക്കിംഗ് സംഘമുണ്ട്. അവർ ഈ റേഡിയോ കോളർ സിഗ്നലുകൾ ലഭിക്കാൻ വേണ്ടി അല്ലെങ്കിൽ അതിനുവേണ്ടിയുള്ള തെരച്ചിലുമായി മുന്നോട്ട് പോകും. അതിനുശേഷമാണ് ഈ ആനയുടെ സാന്നിധ്യം കണ്ടാൽ അവിടേക്ക് പിന്നീട് ഈ RRT സംഘവും പുങ്കാനകളും എത്തുന്നത്. ഇതിനുശേഷമാണ് ഈ വെടിവെക്കുന്നതിനുള്ള നടപടിക്രമങ്ങൾ ചെയ്യുന്നത്. പക്ഷേ ഈ ഇത്തരത്തിൽ ഇന്നലെ 3 വട്ടം ആനയുമായി നേരിട്ട് അടുത്ത് ഈ ദൗത്യസംഘം നേരിട്ട് ആനയെ കണ്ട് വെടിവെക്കുന്നതിനുള്ള രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു. പക്ഷേ സമർത്ഥമായി ആന അവിടെ നിന്നും രക്ഷപ്പെടുന്ന സാഹചര്യമാണ് എന്നുള്ളത്. കാരണം നേരത്തെ ഹസനിലും സമാനമായ ഒരു വെടിവെപ്പ് ഈ ഷൂട്ടിംഗ് കഴിഞ്ഞിട്ടാണ് ആനയെ കാട്ടിലേക്ക് അയച്ചത്. അതുകൊണ്ട് ആന ഉൾക്കാട്ടിലേക്ക് നീങ്ങുന്നതിനാലാണോ മയക്കുവെടി വെക്കാൻ സാധിക്കാത്തത്, അല്ലെങ്കിൽ മയക്കുവെടി വെച്ചിട്ടും അത് കൊള്ളാതിരുന്നതിന് കാരണമായിട്ട് ദൗത്യസംഘം പറയുന്നത്? ഭവ്യ, ഉൾക്കാട്ടിലേക്ക് നീങ്ങുന്നില്ല. അടിക്കാട്ടിലാണ് ഇപ്പോഴും ആന ഉള്ളത്. പക്ഷെ ഉൾക്കാട്ടിലേക്ക് വലിയാതെ ഒരു 5 ചതുരശ്ര കിലോമീറ്റർ ചുറ്റളവിലാണ് ആന കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. കാരണം പുങ്കാനയും ദൗത്യസംഘവും ഒരിടത്തേക്ക് ചെല്ലുമ്പോൾ ഇതിന്റെ സാന്നിധ്യം പെട്ടെന്ന് തന്നെ ആന മണത്തറിയുകയും അവിടെ നിന്ന് വളരെ പെട്ടെന്ന് അടുത്ത സ്ഥലത്തേക്ക് നീങ്ങുകയും ചെയ്യും. ആ ഒരു സാഹചര്യമാണുള്ളത്. ഏതാണ്ട് ഈ കോളനി, ആദിവാസി കോളനിയും ചെമ്പകപ്പാറ, ഈ 2 സ്ഥലങ്ങളുണ്ട്. ഈ 2 സ്ഥലങ്ങളിലും മാറി മാറിയാണ് ആന നിൽക്കുന്നത്. അതായത് ഇപ്പോൾ ആണ് നിൽക്കുന്ന സ്ഥലം ദൗത്യസംഘം പറയുന്നത് ജനവാസ മേഖലയിൽ നിന്ന് ഉള്ളോട്ടാണോ, അല്ലെങ്കിൽ ജനവാസ മേഖലയുമായി അടുത്ത് നിൽക്കുന്ന സ്ഥലത്ത് തന്നെയാണോ? ജനവാസ മേഖലയിൽ നിന്നും ഏതാണ്ട് 1.5 കിലോമീറ്റർ അകലെയാണ് ഇപ്പോൾ ആന ഉള്ളത്. അവിടെ നിന്നും ആന
അകത്തേക്ക് കാര്യമായി പോകുന്നില്ല. പക്ഷേ രണ്ട് മേഖല, ആദിവാസി കോളനി സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഒരു വശം, മറുവശത്ത് ചെമ്പകപ്പാറ വനമേഖല, ഈ രണ്ട് സ്ഥലത്തിന്റെ ഇടയ്ക്കാണ് ആന നിൽക്കുന്നത്. അത് ഉള്ളിലോട്ട് പോകാത്തതാണ് അനുകൂല ഘടകം. പക്ഷേ ആദിവാസി കോളനി നിലനിൽക്കുന്ന സ്ഥലത്തേക്ക് ആനയെ തുരത്താൻ പറ്റാത്ത ഒരു സാഹചര്യമുണ്ട്. കാരണം വെടിയേറ്റ ശേഷം ഈ ആന ഏത് രീതിയിൽ പ്രതികരിക്കുമെന്ന് പറയാൻ കഴിയില്ല. നമുക്ക് തണ്ണീർക്കൊമ്പന്റെ കാര്യത്തിൽ തണ്ണീർക്കൊമ്പൻ അങ്ങേയറ്റം ആരോഗ്യപരമായി ക്ഷീണിതനായ ആളായതുകൊണ്ട് വലിയ പരാക്രമം കാണിച്ചില്ല. വെടികൊണ്ട് ഏതാണ്ട് 2-2.5 മണിക്കൂറോളം ഒരേ നിൽക്കുകയായിരുന്നു. പക്ഷേ ഈ കാര്യത്തിൽ ഈ ആന, ഈ മോഴയാന അങ്ങനെയല്ല, വലിയ ആരോഗ്യവാനാണ്. ഒപ്പം വലിയ ശരീരമുണ്ട്, മസിൽ മേഖലകളൊക്കെ വലുതായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആണ് വെടി വെക്കുന്നതിനുള്ള ഒരു തടസ്സമായി മാറിയിരിക്കുന്നത്. ശരിക്കും ശരീരത്തിലേക്ക് ഈ വെടി കൊണ്ടാൽ മാത്രമാണ് ഈ മരുന്ന് കൃത്യമായി പ്രവർത്തിക്കാനുള്ള ഒരു സാധ്യതയുള്ളത്. അതുകൊണ്ട് ഈ ആന ആരോഗ്യവാനാണ്. ആന ചീറിപ്പാഞ്ഞ് കാട്ടിലൂടെ പോവുകയും ചെയ്യുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ഈ കുങ്കിയാനകളെ ഉപയോഗിച്ച് തുരത്താനുള്ള ശ്രമം നടത്തുമ്പോഴും ഈ കുങ്കിയാനകളെ വെട്ടിച്ച് ആന ജനവാസ മേഖലകളിലേക്ക് കടക്കുമോ എന്ന ആശങ്കയുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ആനയുടെ കുതിപ്പിനെ തടയാൻ കഴിയാതെ വരും. കാരണം ഈ കുങ്കിയാനകൾക്ക് ഈ പിടികൂടാനുള്ള മോഴയുടെ അത്ര തന്നെ വേഗത്തിൽ കാട്ടിലൂടെ പായാൻ സാധിക്കുന്നില്ല. പാപ്പന്മാരുടെ നിർദ്ദേശമനുസരിച്ചാണ് ഈ ആനകൾ അവരുടെ ഈ തുരത്തൽ നടപടികൾ ചെയ്യാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഈ ദൗത്യം ദുഷ്കരമായി മാറുന്നത്. കാരണം ഒരു വശത്ത് ജനവാസ മേഖലയുണ്ട്, മറുവശത്ത് കാട്, ഇപ്പുറം വശത്ത് റോഡിലേക്കുള്ള ഇടം. അപ്പം ഇതിനിടയ്ക്ക് കൃത്യമായ ഒരു നിയന്ത്രിതമായ സാഹചര്യത്തിലേക്ക് ആനയെ എത്തിച്ചാൽ മാത്രമേ പൂർണ്ണ വിജയത്തോട് ഈ ദൗത്യം ചെയ്യാൻ കഴിയൂ. അതുതന്നെയാണ് ദൗത്യ സംഘത്തിനുള്ള വലിയ തിരിച്ചടിയും. ഈ പലപ്പോഴും ദൗത്യ സംഘം ഈ ഡാർട്ടിംഗ് പോയിന്റ്, അതായത് വെടിവെക്കുന്നതിനുള്ള പോയിന്റ് നിശ്ചയിച്ച് കഴിയുമ്പോൾ ആന പെട്ടെന്ന് ഈ കൊങ്ങിണിക്കാടുകളുണ്ട് കണ്ണൂരിൽ, ആ കൊങ്ങിണിക്കാടുകൾക്കുള്ളിലേക്ക് മറയുന്നു. അപ്പോൾ കൃത്യ ഒരു ലക്ഷ്യത്തിലേക്ക് വെടിവെക്കാൻ കഴിയില്ല. മറ്റൊരു റിസ്ക് എന്ന് അധികൃതർ തന്നെ പറയുന്നത്, ഈ വെടിവെക്കുന്നത് ശരിയായ ദിശയിലല്ലെങ്കിൽ ഈ വെടിവെക്കുന്ന ആളുകളുടെ ദിശയിലേക്ക് ആന കുതിച്ചു പാഞ്ഞ് വരാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല. അങ്ങനെയെങ്കിൽ ഈ ഉദ്യോഗസ്ഥരുടെ ജീവൻ അപകടത്തിലാവുന്ന ഒരു സാഹചര്യവും ഉണ്ടാവും. പിന്നീട് അത് ജനവാസ മേഖലകളിലേക്ക് ചാടി പോരുന്നതിനുള്ളൊരു സാഹചര്യമുണ്ട്. ഇങ്ങനെ പലതരത്തിലുള്ള പ്രതിസന്ധികളാണ് അധികൃതരെ വലിയ തോതിൽ ആശങ്കയിലാകുന്നത്, അല്ലെങ്കിൽ ഈ ദൗത്യം ഇതുവരെ വിജയം കാണാതിരിക്കാൻ കാരണമായി മാറിയിരിക്കുന്നത്. എന്തായാലും ഇന്ന് പുലർച്ചെ തന്നെ ശ്രമം ആരംഭിച്ച സാഹചര്യത്തിൽ ആനയെ പിടികൂടാൻ കഴിയുമെന്ന ഒരു തീർച്ചയായും മനീഷ്, അത്തരത്തിൽ ആനയെ പിടികൂടാൻ സാധിക്കട്ടെ. കാരണം അത് അവിടുത്തെ ജനങ്ങളെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമായിരിക്കും. പ്രത്യേകിച്ച് ഇന്ന് വയനാട്ടിൽ ഹർത്താലാണ്. ഈ വന്യമൃഗ ആക്രമണങ്ങൾ കൂടുന്ന പശ്ചാത്തലത്തിലാണ് കർഷക സംഘടനകൾ അവിടെ ഹർത്താൽ ആഹ്വാനം ചെയ്തതെന്ന് മനസ്സിലാക്കുന്നു. ഹർത്താലിന്റെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ഈ ആനയെ പിടികൂടാത്തതും ഒരു വലിയ കാരണമായിട്ടായിരിക്കും അല്ലെ എടുത്തിരിക്കുന്നത്? തീർച്ചയായും അങ്ങേയറ്റം ജനജീവിതം ഈ ആശങ്കയുടെ മുൾമുനയിലായി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് വയനാട് ജില്ലയിൽ പലയിടത്തുമുള്ളത്. ഈ ആന മാത്രമല്ല, മറ്റ് പല മേഖലകളിലും ആനകളും പുലിയും കടുവയും ഒക്കെ ഇന്നലെ പോലും പലയിടത്തും ശല്യക്കാരായി മാറിയ കാഴ്ചകൾ നമ്മൾ കണ്ടു. അതുകൊണ്ട് ഈ ആനശല്യത്തിൽ ഒരു ശാശ്വത പരിഹാരം വേണമെന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. പ്രത്യേകിച്ചും ഈ ആനകൾ റേഡിയോ കോളർ ഘടിപ്പിച്ച് ഇതിലുള്ള ആനകളുടെയും മറ്റുമൊക്കെ സാന്നിധ്യം ജനവാസ മേഖലകളിൽ കണ്ടാൽ കൃത്യമായൊരു നിർദ്ദേശം വനവകുപ്പിന്റെ കാര്യത്തിൽ നൽകണം. കാരണം നിലവിൽ അത്തരമൊരു നിർദ്ദേശം ലഭിക്കാതെ വന്നതാണ് ഇത്തരമൊരു വലിയ ദുരന്തത്തിലേക്ക് കഴിഞ്ഞ ദിവസം നീങ്ങിയത്, അജീഷിന്റെ മരണത്തിലേക്ക് നീങ്ങിയതെന്ന ഒരു കുറ്റപ്പെടുത്തലാണ് നാട്ടുകാർക്കുള്ളത്. അതുകൊണ്ട് വനവകുപ്പ് കുറച്ചുകൂടി കാര്യക്ഷമമായ ഇടപെടലുകൾ ഇക്കാര്യത്തിൽ നടത്തണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വയ്ക്കുന്നത്. എന്തായാലും സർക്കാർ ചില നടപടിക്രമങ്ങൾ ഇതിനകം തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു ഉന്നതതല യോഗം ഈ വയനാട്ടിലെ ജനപ്രതിനിധികളെയൊക്കെ അടക്കം വിളിച്ചു ചേർന്ന് തിരുവനന്തപുരത്ത് നടത്തുന്നതിനായി മുഖ്യമന്ത്രിയുടെ സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ കഴിഞ്ഞ ദിവസം തീരുമാനമായിരുന്നു. ഒപ്പം ഈ ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി, ഈ കേരളവും കർണാടകവും അല്ലെങ്കിൽ കേരളം തമിഴ്നാട് പോലെയുള്ള അതിർത്തി പ്രദേശങ്ങൾ വനമേഖലകൾ പങ്കിടുന്ന സംസ്ഥാനങ്ങൾ തമ്മിലുള്ള ഒരു ഇന്റർ സ്റ്റേറ്റ് കോർഡിനേഷൻ കമ്മിറ്റി രൂപവൽക്കരിക്കുന്നുണ്ട്. റേഡിയോ കോൾ സിഗ്നലുകളും മറ്റുമൊക്കെ ഈ സമയോചിതമായി കൃത്യസമയത്ത് പരസ്പരം പങ്കുവെക്കുന്നതിനുള്ള ഒരു ധാരണയിലേക്ക് എത്തും. അതിന്റെ ഒരു യോഗം അടുത്ത ദിവസം ചേരുമെന്ന് വനംവകുപ്പ് മന്ത്രി അറിയിച്ചിരുന്നു. ഇത്തരത്തിൽ പല നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ ഇത്തരം നടപടിക്രമങ്ങൾ വേഗത്തിലാക്കണം എന്ന ആവശ്യമാണ് നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നത്. കാരണം അജീഷിന്റെ മരണം നടന്നിട്ട് 4 ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ആ ദൗത്യം വിജയിപ്പിക്കുന്നതിന്, ഈ കൊലയാളിയായ ആനയെ പിടികൂടുന്നതിനോ
ഇതുവരെ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല എന്നതാണ് വലിയ വിമർശനമായി ഉന്നയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ബലം പ്രയോഗിച്ച് വാഹനങ്ങൾ തടയില്ല അല്ലെങ്കിൽ കടകൾ അടപ്പിക്കില്ല എന്നാണ് ഈ സമരം. തീർച്ചയായും ഹർത്താലിന്റെ സാഹചര്യം. ഒരൊറ്റ കാര്യം കൂടി അനീഷ്, അതായത് ആദ്യ ദിവസം നമ്മൾ ജനരോഷം അണപൊട്ടുന്നത് കൃത്യമായി കണ്ടതാണ്. ഇന്നും 4ാം ദിവസത്തിലേക്ക് ഈ ദൗത്യസംഘം കടക്കുമ്പോഴും 4ാം ദിവസത്തേക്ക് കാട്ടാനയെ പിടികൂടുന്നുള്ള ദൗത്യം കടക്കുന്ന സമയത്തും ഏത് തരത്തിലാണ് അവിടുത്തെ പ്രതിഷേധങ്ങൾ? പ്രതിഷേധങ്ങൾ വലിയ രീതിയിൽ പലയിടങ്ങളിലായി നടക്കുന്നുണ്ട്. കാരണം ഓരോ രാഷ്ട്രീയ പാർട്ടികളും ഓരോ രീതിയിൽ ഉപരോധങ്ങളും ഈ ഉദ്യോഗസ്ഥരെ തടഞ്ഞു വെക്കലും അങ്ങനെ പല രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട്. ഇന്നും ഈ ഹർത്താൽ ദിനമായതുകൊണ്ട് തന്നെ ജില്ലയിലെ പ്രധാന കേന്ദ്രങ്ങളിലെല്ലാം ഈ മാനന്തവാടിയിലും കൽപ്പറ്റയിലും സുൽത്താൻ ബത്തേരിയിലും ഒക്കെ ഇന്ന് പ്രതിഷേധ പ്രകടനങ്ങൾ വലിയ തോതിലുണ്ടാവുമെന്ന് ആണ് ഈ സമരക്കാർ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ ഈ അജീഷിന്റെ മരണമുണ്ടായ ദിവസം തന്നെ വലിയ തോതിലുള്ള ഈ കർഷക രോഷം അണപൊട്ടിയിരുന്നു. അവർ ഈ സബ് കളക്ടറുടെ ഓഫീസിൽ ഉപരോധിക്കുകയും അവിടെ ചർച്ചകൾ നടത്താൻ പോലും പര്യാപ്തമല്ലാത്ത വിധം ഒരു സംഘർഷത്തിലേക്ക് നീങ്ങുകയും ചെയ്തിരുന്നു. പിന്നീടാണ് സ്ഥിതിഗതികൾ സർക്കാർ ചില പ്രഖ്യാപനങ്ങൾ നടത്തിയതിനെ തുടർന്ന് നിയന്ത്രണ വിധേയമായത്. ഇന്നലെ അത്തരം ഈ ഒത്തുതീർപ്പ് ചർച്ചകളുടെ ഭാഗമായി പ്രഖ്യാപിച്ച 10 ലക്ഷം രൂപ അജിയുടെ വീട്ടിലെത്തി ഇന്നലെ അധികൃതർ കൈമാറുകയും ചെയ്തിരുന്നു. ബാക്കി 40 ലക്ഷം രൂപ നൽകുന്നതിനെ കുറിച്ച് മന്ത്രിസഭാ യോഗം ചേർന്ന് ഒരു തീരുമാനം എടുക്കുമെന്ന് അറിയിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിലാണ് ഈ ആളുകളുടെ പ്രതിഷേധം. ഇന്നെന്തായാലും വലിയ തോതിലുള്ള പ്രതിഷേധം, വലിയ പങ്കാളിത്തമുള്ള റാലികൾ അല്ലെങ്കിൽ ഹർത്താൽ അനുകൂല പ്രകടനങ്ങളൊക്കെ ജില്ലയുടെ വിവിധയിടങ്ങളിലായി നടത്തും എന്നാണ് വിവിധ സംഘടനകൾ അറിയിച്ചിരിക്കുന്നത്. ശരിയാ. എം എസ് അനീഷ് കുമാറാണ് വയനാട്ടിൽ നിന്നും വിശദാംശങ്ങൾ പങ്കുവച്ചത്. വയനാട് തിരുനെല്ലി ഭാഗത്ത് കാട്ടാനയുടെ സാന്നിധ്യമുള്ളതിനാൽ തിരുനെല്ലി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട്. മാനന്തവാടി നഗരസഭയിലെ കുറുക്കൻമൂല ഡിവിഷൻ 12, കുറുവ 13, കാടംകൊല്ലി 14, പയ്യമ്പള്ളി 15 ഡിവിഷനുകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ഇന്ന് അവധിയാണ്. ജില്ലാ കളക്ടർ രേണു രാജാണ് അവധി പ്രഖ്യാപിച്ചത്. ഇടുക്കി മൂന്നാറിൽ രാത്രിയിൽ കാട്ടാന ഇറങ്ങി. ഇന്നലെ രാത്രി 8:30 ഒറ്റക്കൊമ്പുള്ള കാട്ടാന SBI ശാഖയ്ക്ക് സമീപം എത്തിയത്. ആനയെ കണ്ട് സഞ്ചാരികളും ഗൈഡുകളും ഭയന്നോടി. ബാങ്കിന് സമീപം നിർത്തിയിട്ടിരുന്ന കാർ കാട്ടാന തകർത്തു. മാങ്കുളം മേഖലയിൽ കറങ്ങി നടന്നിരുന്ന കാട്ടാനകളിലൊന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ പഴയ മൂന്നാർ ഭാഗത്തെത്തിയിരുന്നു. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലെത്തിയിരുന്ന ആനയെ തൊഴിലാളികൾ കാടുകയറ്റി. ഇതിനിടെയാണ് ഇന്നലെ രാത്രി 8:30 ഒറ്റക്കൊമ്പുള്ള കാട്ടാന SBI മൂന്നാർ ശാഖയ്ക്ക് സമീപത്തെ പെട്ടിക്കടയ്ക്ക് പിൻഭാഗത്തെത്തിയത്. ഗൈഡുമാരുമൊത്ത് വിനോദസഞ്ചാരികൾ ചായ കുടിക്കുന്നതിനിടെ പട്ടി നിർത്താതെ കുരയ്ക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ട സഞ്ചാരികളിലൊരാൾ തിരിഞ്ഞു നോക്കിയപ്പോഴാണ് കാട്ടാനയെ കണ്ടത്. ഇതോടെ അവിടെ നിന്ന് എല്ലാവരും ഭയന്നോടി. டூரிஸ்ட் மேகலை ஏரியா யானை இப்போ டவுன் வரைக்கும் பக்கத்தில் வரைக்கும் வந்துட்டு போயிருச்சு. இங்கே வந்துட்டு இப்போ ஒரு காரை வேற அடித்து உடைச்சிட்டு அவர் ஒரு 10 நிமிஷத்துக்கு முன்னால் அந்த காரை நிப்பாட்டி விட்டு போனார். சப்போஸ் அந்த கார் நிப்பாட்டிட்டு இது போயிருந்தால் உயிர் நஷ்டங்களும் ஆயிருக்கக்கூடிய வாய்ப்புகளும் இருக்குது. அதனால இதை நல்ல ஒரு ஃபாரஸ்ட் அதிகாரிகள் நல்ல ஒரு இது பண்ணி எங்களுக்கு ஒரு இது பண்ணி கொடுக்குற மாதிரி தயவோடு நான் கேட்டுக்கொள்கிறேன் மக்கள் சார்பில். ബാങ്കിന് സമീപം നിർത്തിയിട്ടിരുന്ന കാർ ആന തല്ലി തകർത്തു. വനം വകുപ്പിന്റെ RRT സംഘം സ്ഥലത്തെത്തി പടക്കം പൊട്ടിച്ചാണ് ആനയെ കാടുകയറ്റിയത്. ന്യൂസ് 18 മൂന്നാർ. അരിക്കൊമ്പനെ നാട് കടത്തിയിട്ടും ചിന്നക്കനാലിലെ കാട്ടാന ഭീതി വിട്ടൊഴിയുന്നില്ല. ഏതാനും വർഷങ്ങളായി കാട്ടാനാക്രമണ മേഖലയിൽ അതിരൂക്ഷമാണ്. കഴിഞ്ഞ 1 മാസത്തിനിടെ 2 ജീവനാണ് കലിയിൽ പൊലിഞ്ഞത്. எங்கள் அப்பா தான் எனக்கு சின்ன பிள்ளையிலேருந்தே இந்த 17 வருஷமாக எங்கள் அப்பா தான் எங்களை பார்த்துக்கிட்டு இருந்தார். பர்த்தா இல்லை. ஆனால் என் பிள்ளைகளை இப்போ 17 வருஷமாக எங்கள் அப்பா தான் வேலை செஞ்சு அன்னாடு கூலி வேலை செஞ்சு தான் காப்பாற்றினார். சொந்த காட்டில் வேலை இருக்குன்னு செய்ய போயில ஆனை மிதிச்சிருச்சு எங்கள் அப்பாவை. எனக்கு என் பிள்ளைகளுக்கு யாரும் எந்த உதவியும் இல்லாமல் இருக்கும். ആഴ്ചകൾക്ക് മുൻപാണ് ലൂർദ് മേരിയുടെ അച്ഛൻ സൗന്ദരരാജ് ചിന്നക്കനാൽ BL റാമിൽ വെച്ച് കാട്ടാനെ ആക്രമിച്ചത്. സ്വന്തം കൃഷിയിടത്തിൽ ജോലി ചെയ്യുന്നതിനിടെയായിരുന്നു ആക്രമണം. തുടർന്ന് ചികിത്സയിലിരിക്കെ മരണപ്പെട്ടു. ഭർത്താവ് ഉപേക്ഷിച്ച ലൂർദ് മേരിക്കും 2 മക്കൾക്കും ഏക ആശ്രയമായിരുന്നു സൗന്ദരരാജ്. மூத்த மகன் மாத்திரம் பணிக்கு போகும், கூலி பணிக்கு போகும். என்னால் வேலை செய்ய முடியாது, எனக்கு சுகமில்லை. കൊച്ചുമകന്റെ കൺമുൻപിൽ വെച്ചാണ് സൗന്ദരരാജിനെ കാട്ടാനെ ആക്രമിച്ചത്. ആനക്കരയിൽ മുത്തശ്ശൻ പിടയുന്നത് നോക്കി നിൽക്കേണ്ടി വന്നു ചെറുമകന്. திருப்பறையில் நான் பார்த்துட்டேன், அவர் பார்க்கல. யானையை பார்த்தோன்னே சில போல நட்டுக்க நின்றுட்டார், ஓட முடியலை.
அந்த ஒன்று தான் நின்ன பிறகு தான் யானை வந்து என்ன துரத்திச்சு, நான் கீழே ஓடிட்டேன். திருப்பி அவரை முட்டி தள்ளி கீழே 2 கை இப்படி பிடிச்சி தூக்கி வீசிட்டு திருப்பி யானை போன பிறகு நான் திருப்பி அவரை தூக்க போனேன். திருப்பி யானை என்னையை விரட்டினால நான் அண்ணனுக்கு ஃபோன் பண்ணி சொல்லிட்டேன், ஏன்னா இந்த மாதிரி யானை மீசி போட்டுச்சு. என்ன திருப்பி துரத்துன பிறகு தான் அவர் மேலே மரத்தை சாய்ச்சி போட்டது. நான் திருப்பி 5 ஏக்கர் இறங்கி கீழே அப்படியே ரோட்டுக்கு வந்துட்டேன். കഴിഞ്ഞ മാസം പന്നിയാർ എസ്റ്റേറ്റിലെ തൊഴിലാളിയായ പരിമളവും കാട്ടാന ആക്രമണത്തിൽ കൊല്ലപ്പെട്ടിരുന്നു. അരിക്കൊമ്പന്റെ ശല്യം ഒഴിവായെങ്കിലും ചിന്നക്കനാൽ ശാന്തൻപാറ പഞ്ചായത്തുകളിലെ കാട്ടാന ആക്രമണങ്ങൾക്ക് അറുതിയായിട്ടില്ല. അരിക്കൊമ്പനെ മാറ്റുന്നതിനൊപ്പം നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച ഒരു സുരക്ഷാ നടപടികളും ഇതുവരെയും സ്വീകരിച്ചിട്ടില്ല. ന്യൂസ് 18 ഇടുക്കി. കാട്ടാനാക്രമണം അടക്കമുള്ള വന്യമൃഗശല്യം അതിരൂക്ഷമായി നിൽക്കുമ്പോൾ താൽക്കാലിക വനംവകുപ്പ് വാച്ചർമാരെ പിരിച്ചുവിട്ട ഡിഎഫ്ഒയുടെ ഉത്തരവ്. മൂന്നാർ ഡിവിഷന് കീഴിലുള്ള താൽക്കാലിക വാച്ചർമാരെയാണ് പിരിച്ചുവിടുന്നത്. RRT സെന്റർ, നഴ്സറി, ഇൻസ്പെക്ഷൻ, ബംഗ്ലാവ് എന്നിവിടങ്ങളിൽ ഒഴികെയുള്ള വാച്ചർമാരെയാണ് പിരിച്ചുവിട്ട ഉത്തരവിറക്കിയത്. കഴിഞ്ഞ 9-നാണ് മൂന്നാർ ഡിവിഷന് കീഴിലുള്ള അടിമാലി, ദേവികുളം, നേര്യമംഗലം, മൂന്നാർ ഫോറസ്റ്റ് റേഞ്ചുകളിലെ താൽക്കാലിക വാച്ചർമാരെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഉത്തരവ് പുറത്തിറങ്ങിയത്. മാർച്ച് 31-ന് ഇവരെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടുമെന്ന് ഉത്തരവ് വ്യക്തമാക്കുന്നു. വനവികസനം ഉൾപ്പെടെയുള്ള ബജറ്റ് ഹെഡുകൾക്ക് കീഴിൽ ജോലി നോക്കുന്ന താൽക്കാലിക വാച്ചർമാരുടെ ജോലിയാണ് നഷ്ടമാവുക. ഈ ബജറ്റ് ഹെഡുകൾ വഴി വരുന്ന പണമാണ് താൽക്കാലിക വാച്ചർമാർക്ക് ശമ്പളമായി നൽകിയിരുന്നത്. 925 രൂപ ദിവസവേതനം പറയുന്നുണ്ടെങ്കിലും പ്രതിമാസം ഇവർക്ക് ലഭിക്കുന്നത് 15,000 രൂപ മാത്രമാണ്. 30 ദിവസം പൂർണ്ണമായി ജോലി ചെയ്തിട്ടും പകുതി ശമ്പളമാണ് താൽക്കാലിക വാച്ചർമാർക്ക് ലഭിക്കുന്നത്. ഇതും മാസങ്ങളായി കുടിശ്ശികയാണെന്നും ആരോപണമുണ്ട്. ഈയൊരു സാഹചര്യത്തിൽ കൂടിയാണ് താൽക്കാലിക വാച്ചർമാരുടെ പിരിച്ചുവിടലും ഉണ്ടായിരിക്കുന്നത്. മനുഷ്യ വന്യജീവി സംഘർഷം ഏറ്റവും രൂക്ഷമായി തുടരുന്ന ചിന്നക്കനാൽ, ശാന്തൻപാറ, ദേവികുളം അടക്കമുള്ള പ്രദേശങ്ങളിൽ വാച്ചർമാർ ഇല്ലാതാകുന്നതോടെ വലിയ പ്രതിസന്ധി നേരിടേണ്ടി വരും. ന്യൂസ് 18 ഇടുക്കി. തൃപ്പൂണിത്തുറയിൽ പടക്കശേഖരം പൊട്ടിത്തെറിച്ചുണ്ടായ സ്ഫോടനത്തിൽ പരിക്കേറ്റ ചികിത്സയിലുള്ള 3 പേരുടെ നില ഗുരുതരമായി തുടരുകയാണ്. ഇവർ മെഡിക്കൽ കോളേജിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലുമാണ്. അപകടത്തിൽ പരിക്കേറ്റ 15 പേർ ചികിത്സയിലുണ്ട്. സംഭവത്തിൽ ഉത്സവ കമ്മിറ്റി ഭാരവാഹികളടക്കം 4 പേരുടെ അറസ്റ്റ് പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെടിക്കെട്ടിന് അനുമതിയില്ലാതിരുന്നുവെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. തൃപ്പൂണിത്തുറയിലെ തെക്കും ഭാഗത്ത് ഇന്നലെ ഉണ്ടായ അപകടത്തിൽ 2 പേരായിരുന്നു മരിച്ചത്. കൊച്ചി കലൂരിലെ ബാറിലുണ്ടായ വെടിവെപ്പിൽ പ്രതികൾക്കായി തിരച്ചിൽ തുടരുന്നു. ലഹരി മാഫിയ കൊട്ടേഷൻ സംഘത്തിലെ അംഗങ്ങൾക്കായാണ് തിരച്ചിൽ. 2 പേരെയാണ് ഇനി പിടികൂടാനുള്ളത്. ഇന്നലെ പിടിയിലായ സമീർ, വിജയ്, ദിൽഷൻ എന്നിവരെ പോലീസ് ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. CCTV ദൃശ്യങ്ങളിൽ നിന്ന് ശേഖരിച്ച പ്രതികളെക്കുറിച്ചുള്ള സൂചന പോലീസിന് ലഭിച്ചിട്ടുണ്ട്. പോപ്പുലർ ഫ്രണ്ട് കേസിൽ ദേശീയ അന്വേഷണ ഏജൻസി തിരഞ്ഞിരുന്ന കണ്ണൂർ സ്വദേശി അറസ്റ്റിൽ. ജാഫർ ഭീമന്റെ അവിടെയാണ് കണ്ണൂരിലെ വീട്ടിൽ നിന്ന് NIAയുടെ പിടിയിലായത്. പോപ്പുലർ ഫ്രണ്ടിന്റെ ആയുധ പരിശീലകൻ എന്ന നിലയിലാണ് ഇയാൾ അറിയപ്പെട്ടിരുന്നതെന്ന് NIA പറയുന്നു. ദീർഘകാലമായി ഒളിവിലായിരുന്ന കേസിലെ 59ാം പ്രതിയാണ് ജാഫർ. SDPI നേതാവ് KH ഷാനിനെ കൊലപ്പെടുത്തിയ കേസിലെ 10 പ്രതികളുടെ ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പ്രോസിക്യൂഷൻ നൽകിയ ഹർജി കോടതി ഇന്ന് പരിഗണിക്കും. ആലപ്പുഴ അഡീഷണൽ സെഷൻസ് 3ാം കോടതി ജഡ്ജി റോയ് വർഗീസ് ഹർജിയിൽ വാദം കേൾക്കും. കുറ്റപത്രം മടക്കി നൽകണമെന്നാവശ്യപ്പെട്ട് പ്രതികൾ സമർപ്പിച്ച ഹർജിയും ഇന്ന് പരിഗണിക്കും. കിഫ്ബി മസാല ബോണ്ടിലെ ഫെമ നിയമലംഘനം പരിശോധിക്കാനുള്ള ED സമൻസ് ചോദ്യം ചെയ്ത് മുൻ ധനമന്ത്രി തോമസ് ഐസക് നൽകിയ ഹർജി ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും. ഹർജിയിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എതിർ സത്യവാങ്മൂലം നൽകിയേക്കും. ഇന്ന് ഹാജരാകണമെന്ന് കാട്ടി ED നൽകിയ സമൻസും തോമസ് ഐസക് ചോദ്യം ചെയ്തിട്ടുണ്ട്. ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ അധ്യക്ഷനായ സിംഗിൾ ബെഞ്ചാണ് ഹർജി പരിഗണിക്കുക. ഹാജരാകുന്നത് സംബന്ധിച്ച് തോമസ് ഐസക്കിന് തീരുമാനമെടുക്കുമെന്നാണ് കോടതി ഇന്നലെ പറഞ്ഞത്. ₹150 കോടി അഴിമതി ആരോപണത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശനെതിരെ വിജിലൻസിൽ പരാതി. കേരള കോൺഗ്രസ് എം നേതാവ് ഹഫീസാണ് പരാതിക്കാരൻ. PV അൻവർ MLA നിയമസഭയിൽ ഉന്നയിച്ച അഴിമതി ആരോപണ പ്രസംഗത്തിന്റെ രേഖകളും വിജിലൻസ് ഡയറക്ടർക്ക് സമർപ്പിച്ചിട്ടുണ്ട്. പരാതി സ്വീകരിച്ച വിജിലൻസ് ഡയറക്ടർ തുടർ അന്വേഷണത്തിനായി DYSP C വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘത്തെ ചുമതലയേൽപ്പിച്ചിട്ടുണ്ട്.
നിയമസഭയിൽ ഇന്നും ബജറ്റ് ചർച്ച തുടരും. സിവിൽ സപ്ലൈസ് ഉൾപ്പെടെയുള്ള ഭക്ഷ്യവകുപ്പിന് മതിയായ പരിഗണന ലഭിച്ചില്ലെന്ന പരാതി സിപിഐ അംഗങ്ങൾ ഇന്നും ഉന്നയിക്കും. സപ്ലൈകോ പ്രതിസന്ധി അടിയന്തര പ്രമേയമായി പ്രതിപക്ഷം ഇന്ന് സഭയിൽ ഉന്നയിക്കും. ഷാഫി പറമ്പിലാകും നോട്ടീസ് നൽകുക. കോട്ടയത്ത് 100% വിജയപ്രതീക്ഷ എന്ന തോമസ് ചാഴിക്കാടൻ ന്യൂസ് 18നോട്. കേരളത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചതിൽ സന്തോഷമുണ്ട്. കേരള കോൺഗ്രസ് എവിടെ നിൽക്കുന്നു അവിടെയാണ് വിജയമുണ്ടാവുക. വർഷങ്ങളായി ജനങ്ങൾക്കൊപ്പം നിന്നതിനാൽ തന്നെ ജനം കൈവിടില്ല എന്നും തോമസ് ചാഴിക്കാടൻ പറഞ്ഞു. കോട്ടയത്ത് ഇടത് സ്ഥാനാർത്ഥിയായി തോമസ് ചാഴിക്കാടൻ എത്തിയിരിക്കുന്നു. കേരളത്തിൽ ആദ്യമായി പ്രഖ്യാപിക്കപ്പെട്ട സ്ഥാനാർത്ഥിത്വം എന്നുള്ളതാണ് പ്രത്യേകത. ഇടത് സ്ഥാനാർത്ഥിയായിട്ട് ആദ്യമായിട്ടാണ് ഇവിടെ മത്സരിക്കുന്നത്. അത് എത്രത്തോളം ഒരു ആത്മവിശ്വാസം പകരുന്നുണ്ട്? കേരള കോൺഗ്രസ് പാർട്ടി ഏത് മുന്നണിയിലാണോ ആ മുന്നണിക്കാണ് എല്ലാ കാലവും വിജയമുണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ കോട്ടയത്തെ ഇടതുപക്ഷ മുന്നണിയുടെ ഭാഗമായി മത്സരിക്കുന്ന കേരള കോൺഗ്രസ് പാർട്ടി എന്ന നിലയിൽ കേരള കോൺഗ്രസ് എമ്മിന് വലിയ വിജയമുണ്ടാകും. ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ചരിത്രമാണ് എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായിട്ടുള്ളത്. ആ ജനങ്ങൾ എന്നെ അംഗീകരിക്കും എന്നതിന് യാതൊരു സംശയവുമില്ല. പുറത്തും കേരള കോൺഗ്രസ് തന്നെയാണ് മത്സരിക്കുന്നത്. പക്ഷേ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെയും കോടതിയുടെയും അംഗീകാരമുള്ള ഏക രാഷ്ട്രീയ പ്രസ്ഥാനം കേരള കോൺഗ്രസ് എമ്മാണ്. ആ തെരഞ്ഞെടുപ്പിൽ അംഗീകാരമുള്ള രാഷ്ട്രീയ കക്ഷി എന്ന നിലയിൽ ഞങ്ങൾക്ക് കൂടുതൽ പ്രാമുഖ്യമുണ്ട് എന്നതിന് സംശയമില്ല. കോട്ടയത്തെ കോട്ട കാക്കാൻ തോമസ് ചാഴിക്കാടനായിരുന്നു കഴിഞ്ഞ വർഷത്തെ പാട്ട്, UDFന്റെ പാട്ട്. അങ്ങനെ ഒരു UDF കോട്ടയാണ് കോട്ടയം എന്നാണ് കഴിഞ്ഞ തവണ വിശേഷിപ്പിച്ചിരുന്നത്. ഇപ്പോൾ UDFന്റെ ഭാഗമായി മത്സരിച്ചു, ഞങ്ങളെ പുറത്താക്കിയപ്പോൾ ഞങ്ങൾ ഇടതുപക്ഷ മുന്നണിയിൽ ഭാഗമായി. ആ മുന്നണിയിൽ ഞങ്ങൾക്ക് അംഗീകാരം കിട്ടി. ആ അംഗീകാരത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ ഇന്ന് മത്സരിക്കുന്നു. തീർച്ചയായും ഞങ്ങൾക്ക് ഈ വിജയം കൈവരിക്കാൻ കഴിയും എന്ന ബോധ്യമുണ്ട്. ഫ്രാൻസിസ് ജോർജ് എന്ന സ്ഥാനാർത്ഥി എങ്ങനെയാണ് കാണുന്നത്? സ്ഥാനാർത്ഥി ആരായിരുന്നാലും ആരാണ് സ്ഥാനാർത്ഥി എന്നതല്ല വിഷയം. ജനങ്ങൾ അംഗീകാരം നൽകുന്നുണ്ടോ എന്നതാണ് വിഷയം. ഞാൻ ജനങ്ങളോടൊപ്പം നിന്ന് പ്രവർത്തിച്ച ചരിത്രമുണ്ട്, ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ച ചരിത്രമുണ്ട്. ആ ജനങ്ങൾ എന്നോട് അംഗീകരിക്കും എന്ന ആത്മവിശ്വാസമാണ് എനിക്കുള്ളത്. ആദ്യം തന്നെ ചോദിക്കട്ടെ, എത്ര ഭൂരിപക്ഷം? കഴിഞ്ഞ തവണ 1,00,000 മുകളിൽ. ലക്ഷത്തിന്റെ എണ്ണം പറയേണ്ട കാര്യമില്ല. എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ ഇനി എങ്ങനെയാണ്? പാർട്ടിയും മുന്നണിയും ആലോചിച്ച പ്രവർത്തനങ്ങളുമായി മുമ്പോട്ട് പോകും. ഇത്ര നേരത്തെ പ്രഖ്യാപിക്കാൻ എന്തായിരുന്നു ഒരു തീരുമാനം? ഇത് കേരളത്തിലെ ആദ്യത്തെ സ്ഥാനാർത്ഥിയാണ്. പാർട്ടിയാണ് തീരുമാനിക്കുന്നത്. ഇത്രത്തോളം ആവേശമുണ്ട്. അതെ, തീർച്ചയായിട്ടും. ഏതായാലും അതാണ് തോമസ് ചാഴിക്കാടൻ പ്രകടിപ്പിക്കുന്ന ആത്മവിശ്വാസം. ഇമ്മാനുവൽ തോമസിനൊപ്പം ജി ശ്രീജിത്ത്, ന്യൂസ് 18 കോട്ടയം. KSF ലാഭവിഹിതം 35 കോടി രൂപ സർക്കാരിന് കൈമാറി. 2021-22 സാമ്പത്തിക വർഷത്തെ ലാഭവിഹിതമാണ് ധനകാര്യമന്ത്രിയുടെ ചേംബറിൽ വെച്ച് KSF ചെയർമാൻ കെ വരദരാജൻ കെ എൻ ബാലഗോപാലിന് കൈമാറിയത്. KSF മാനേജിംഗ് ഡയറക്ടർ SK സനിൽ, ജനറൽ മാനേജർ S ശരത്ചന്ദ്രൻ, പ്രീത BS തുടങ്ങിയവർ പങ്കെടുത്തു. സംയുക്ത കിസാൻ മോർച്ചയുടെ ഡൽഹി ചലോ മാർച്ച് ഇന്ന്. വിളകൾക്ക് താങ്ങുവില ഉറപ്പാക്കുന്നതിനുള്ള നിയമം പാസാക്കണം. സ്വാമിനാഥൻ കമ്മീഷനിലെ നിർദ്ദേശങ്ങളായ കാർഷിക പെൻഷൻ ഉൾപ്പെടെയുള്ള ആനുകൂല്യങ്ങൾ നടപ്പിലാക്കണം. കർഷക സമരത്തിൽ പങ്കെടുത്ത കർഷകർക്കെതിരെയുള്ള കേസുകൾ പിൻവലിക്കണം തുടങ്ങി നിരവധി ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷക സംഘടനകൾ വീണ്ടും ഡൽഹിയിലേക്ക് സമരത്തിനായി എത്തുന്നത്. അതേസമയം കർഷക മാർച്ച് നടക്കാനിരിക്കെ ഡൽഹിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. ഡൽഹിയിലേക്ക് വിവിധ കേന്ദ്രങ്ങളിൽ നിന്ന് സമരത്തിൽ പങ്കെടുക്കുന്നവർ എത്തിച്ചേരുമ്പോൾ അതിക്രമ സാധ്യത കണക്കിലെടുത്ത് 30 ദിവസത്തേക്കാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചത്. 2 ദിവസത്തെ സന്ദർശനത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് UAE-യിലെത്തും. UAE-യിലെ പ്രവാസികൾ മോദിയെ വരവേൽക്കാൻ വേണ്ടി വിവിധ തരത്തിലുള്ള പരിപാടികളാണ് ഒരുക്കിയിരിക്കുന്നത്. മോദിയുടെ 7ാമത്തെ UAE സന്ദർശനമാണിത്. UAE പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സയ്യിദ് അൽ നഹ്യാൻ, വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം എന്നിവരുമായി പ്രധാനമന്ത്രി ചർച്ച നടത്തും. നാളെ മധ്യപൂർവ്വ ദേശത്തെ ഏറ്റവും വലിയ ക്ഷേത്രമായ ബാബ് സിന്ധു മന്ദിർ പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. രാജ്യസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുൻ അധ്യക്ഷ സോണിയാഗാന്ധി മത്സരിക്കുമെന്ന് റിപ്പോർട്ട്. രാജസ്ഥാനിൽ നിന്ന് സോണിയെ രാജ്യസഭയിലെത്തിക്കാനാണ് കോൺഗ്രസിന്റെ നീക്കം. സോണിയയുടെ സ്ഥാനാർത്ഥിത്വം ചർച്ച ചെയ്യുന്നതിനായി കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുടെ വസതിയിൽ യോഗം ചേർന്നു. അതേസമയം സോണിയയ്ക്ക് പകരമായി മകളും കോൺഗ്രസ് നേതാവുമായ പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിൽ നിന്ന് ലോക്സഭയിലേക്ക് മത്സരിച്ചേക്കും. 2 ദിവസങ്ങൾക്കുള്ളിൽ സ്ഥാനാർത്ഥിത്വത്തിൽ പ്രഖ്യാപനമുണ്ടാകുമെന്നാണ് സൂചന.
അൽ മുക്താദിർ ജ്വല്ലറി ഗ്രൂപ്പിന്റെ 30ാം ഷോറൂം ദുബായിലെ അൽ ഗുവൈസ് 2-ൽ തുറന്നു. മുക്താദിർ ജ്വല്ലറി ട്രെൻഡിംഗ് കമ്പനി LCCയും ഗഫാർ ഗോൾഡ് ആൻഡ് പ്രഷ്യസ് മെറ്റൽ പ്രൊഡക്ട്സിന്റെ മാനുഫാക്ചറിംഗ് കമ്പനി LCCയും ചേർന്നാണ് ഷോറൂം ആരംഭിച്ചത്. ഏറ്റവും നവീന അറബിക് ആൻഡ് കേരള ഫ്യൂഷൻ, അൺകട്ട് ഡയമണ്ട്, ടർക്കിഷ്, കൊൽക്കത്ത, ഡെയിലി വെയർ, ബേബി ഐറ്റംസ് തുടങ്ങി എല്ലാ ഡിസൈനിലുള്ള ആഭരണങ്ങളും അൽ മുക്താദിർ ജ്വല്ലറിയിൽ ലഭ്യമാണ്. അൽ മുക്താദിറിന്റെ ഏറ്റവും പുതിയ ഉൽപ്പന്നമായ മറിയം എലൈറ്റ് വെഡിംഗ് കളക്ഷൻസ് കൂടാതെ അൽ ഫത്ത് ഗോൾഡ് കോയിൻ എന്നിവയും പുതിയ ഷോറൂമിൽ ഒരുക്കിയിട്ടുണ്ട്. അൽ മുക്താദിർ ജ്വല്ലറി ഫൗണ്ടർ ചെയർമാൻ CEO മുഹമ്മദ് മസൂർ അബ്ദുൽ സലാം തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ആദ്യ വാർത്ത പൂർണ്ണമാകുന്നു. നമസ്കാരം.